റോഡ്രി ടു റയൽ മാഡ്രിഡ് അല്ല, റോഡ്രി ടു ബാർസലോണ. തനിക്ക് ബാർസലോണയിലേക്കാണ് പോകേണ്ടത് എന്ന് തന്റെ ഏജന്റിനോട് റോഡ്രി പറഞ്ഞിട്ടെന്ന ഒരു ന്യൂസ് പുറത്തു വരുന്നുണ്ട്. റോഡ്രിയുടെ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ കൂടി അദ്ദേഹം പോസിറ്റീവാണ്, അദ്ദേഹം യെസ് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 80% ടോക്കുകളും പൂർത്തിയായി എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറയുന്നത്. റോഡ്രിയുടെ ഭാഗത്ത് നിന്ന് പോസിറ്റീവ് ആണെങ്കിൽ കൂടി ബാർസലോണക്ക് അദ്ദേഹത്തെ സൈൻ ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അതുമാത്രമല്ല, ഒരു 50 to 70 മില്യണോളം അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ഫീ നൽകേണ്ടതാണ്. ഒപ്പം അദ്ദേഹത്തിന് ഒരു ഹൈ സാലറിയും ബാർസലോണയെ സംബന്ധിച്ച് അവർ നൽകേണ്ടി വരും. അപ്പോൾ അതൊക്കെ മീറ്റ് ചെയ്യാൻ ബാർസലോണക്ക് സാധിക്കുമോ എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്നത്. ഏതായാലും ഇത് നടന്നാൽ ഒരു ഗ്രേറ്റ് സൈനിങ് ആയിരിക്കും ബാർസലോണ നടത്താൻ പോകുന്നുണ്ടാവുക. ഒരു ചാമ്പ്യൻ മെൻറ്റാലിറ്റിയുള്ള വേൾഡ് കപ്പ് ജേതാവായിട്ടുള്ള, വേൾഡ് കപ്പിലെ ഗോൾഡൻ ബൂട്ട് ജേതാവായിട്ടുള്ള ഒരു താരത്തെ ആ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡിലേക്ക് ബാർസലോണക്ക് സൈൻ ചെയ്യാൻ സാധിച്ചാൽ അതൊരു വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരുന്ന ഒരു ഗ്രേറ്റ് സൈനിങ് ആയിട്ട് മാറുമെന്നതിൽ യാതൊരു സംശയവും വേണ്ട.